ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത ഒരു പ്രിൻസസ് കട്ടിൻ്റെ എ ലൈൻ കുർത്തി കട്ട് ചെയ്തിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഈ എല്ലാത്തിൻ്റെയും ലൈനിങ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈനിങ് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലൈനിങ് എടുക്കുക, ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതാണ് ഇതിൻ്റെ മെയിൻ ഫാബ്രിക്. ഇതിങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടുസൂചിയൊക്കെ കുത്തി വെക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തെന്നി പോകാതെ ഇരിക്കും. അതിനുശേഷം ഇതിങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ലൈനിങ് തുണികളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്യുവാണ്. ഇവിടെ ആയിട്ട് ഞാനൊരു ചെറിയൊരു മുട്ടസൂചി കുത്തുന്നുണ്ട്, ഇവിടെ മാത്രം. അപ്പോൾ ആദ്യം നെക്ക് ഇങ്ങനെ തൊട്ട് തുടങ്ങാം. ഇച്ചിരി വലിയ കാണിയിട്ട് വേണം നമ്മൾ ലൈനിങ്, നമ്മൾ ഇച്ചിരി വലിയ കാണിയിട്ട് ചെയ്തോ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ലൈനിങ്ങിൻ്റെ അടിയിലത്തേത് നമ്മളിങ്ങനെ മടക്കി അടിക്കണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കിയിട്ട് ഞാനിത് ലൈനിങ് ആദ്യം അടിക്കട്ടെ. മടക്കി അടിക്കണം അറ്റത്ത്. എല്ലാത്തിൻ്റെയും അറ്റത്ത് ലൈനിങ് ആദ്യം അടിച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ. കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇതുപോലെ തന്നെ അപ്പുറത്തെ വശത്തും പിന്നെ ഫുള്ള് ജോയിൻ ചെയ്ത് എടുത്തേച്ചാൽ മതി. ഞാനിത് ജോയിൻ ചെയ്തിട്ട് വരാം, കാരണം വീഡിയോ ലെങ്തായി പോകും, ഒരുപാട് ചെയ്യാനുണ്ട്. ഇങ്ങനെ എക്സസൈസ് നിൽക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സൈഡ് പീസിൻ്റെതും ലൈനിങ് ആദ്യം താഴ്ഭാഗം മടക്കി അടിക്കണം. മടക്കി അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ ലൈനിങ് മെയിൻ ഫാബ്രിക്കുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് അടിക്കണം. ഇങ്ങനെ ഇത് കണ്ടോ, എല്ലാ ലൈനിങ് എല്ലാം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എക്സസ് ആയിട്ട് കിടക്കുന്ന ഈ ലൈനിങ് തുണികളില്ലേ, അതെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് ലെവൽ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായി കാണുന്നവരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എല്ലാം ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് അറ്റം വരെ കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ എല്ലാ ലൈനിങ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും പിടിപ്പിക്കുക. ഇപ്പോൾ ഇതുണ്ടത് ഇങ്ങനെ, ഇത് കണ്ടോ, മൂന്നും ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക് പാർട്ട് ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തേക്കണം. ഞാൻ ജോയിൻ ചെയ്തിട്ട് വരാം. ഞാനിനി ഈ പ്രിൻസസ് കട്ടിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ പ്രഷർ ഫുഡ്, വൺ സൈഡ് പ്രഷർ ഫുഡ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് പൈപ്പിങ്ങിൻ്റെ ഇത് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കടയിൽ കിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റോളായിട്ട് വാങ്ങിച്ചിരിക്കുവാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് വെക്കണം. ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഇതിനോട് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും. പീസുകളാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും ഇങ്ങനെ വളഞ്ഞൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പതുക്കെ ചെയ്താൽ മതി. കണ്ടോ, ഇതിങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ ഇത് കിട്ടും, പൈപ്പിംഗ് ഇങ്ങനെ കിട്ടും. ഇതുപോലെ ഫുള്ളും നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മൾ എത്രയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ വീതിക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ആ വീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, സ്റ്റിച്ച് ചെയ്യുന്ന വീതിക്ക്. ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് കുറേ ക്രോസ് പീസുകൾ ഇങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൈപ്പിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെക്കാം. അതിനായിട്ട് ഇതിങ്ങനെ ഫ്രണ്ട് പീസിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിനായിട്ട് ഇങ്ങനെയുള്ള ഇതിലേക്ക് നെക്ക് വരുന്ന ഭാഗം, അതിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ 1/4 ഇഞ്ച് വീതിക്കല്ലേ, നമ്മൾ ആ 1/4 ഇഞ്ച് വീതിയിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം.
ആ 1/4 ഇഞ്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം, കൂടിയൊന്നും പോകരുത്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെയാണ് അതിലേക്ക് പിടിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഈ അറ്റം വരെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം. ഇപ്പോൾ ഇത് നമ്മൾ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യണം. ഇതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ സെയിം ഇപ്പുറത്തെ വശത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതും കൂടി ചെയ്തിട്ട് അപ്പുറത്തേക്ക് പിടിപ്പിക്കാം. ഇത് ഞാൻ താഴെ നിന്നാണ് പിടിപ്പിക്കുന്നത്, കാരണം പിന്നെ നമ്മൾ ഇത് മാറേണ്ടി വരും, പ്രഷർ ഫുഡ് വീണ്ടും മാറേണ്ടി വരും. ഈ അറ്റത്ത് ഈ ചേർത്തടിക്കണം. നമ്മളിപ്പോൾ ഈ പൈപ്പിങ്ങിൻ്റെ 1/4 ഇഞ്ച് നീക്കിയിട്ട് കറക്റ്റിന് 1/4 ഇഞ്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ചേർത്താണ് അടിക്കേണ്ടത്, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പൈപ്പിങ്ങായിട്ട് വരത്തുള്ളൂ. വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ വരച്ചിട്ടേക്ക്. അപ്പം നിങ്ങൾക്ക് ഈ സെയിം സ്ഥലത്ത് കൂടെ വേണം നമ്മളിങ്ങനെ ചേർത്ത് പിടിപ്പിക്കാൻ. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചത്, അത് ഇതിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ ഇത് ചേർത്ത് വെച്ചിട്ട് ഈ നമ്മളിപ്പോൾ വരച്ചേക്കുന്ന ആ പാർട്ടിലേക്ക് വെക്കണം. എന്നിട്ട് ഇവിടെ ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇങ്ങനെയല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചത്, ഇങ്ങനെ ഇപ്പുറത്തേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് കൂടി ഇവിടെ ആദ്യമേ നമ്മളൊരു കെട്ടിട്ട് കൊടുത്തേക്കണം. എന്നിട്ടിങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ആദ്യം നമ്മളിങ്ങനെ വളച്ചുള്ള സ്ഥലത്തൊക്കെ അതുപോലെ തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ ഈ വശം ഫുള്ളും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം ഇപ്പുറത്തെ വശവും നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ പ്രഷർ ഫുഡ് ഇങ്ങനെ വരുമ്പോൾ ഇത് പറ്റത്തില്ല, നമ്മൾ അടുത്ത പ്രഷർ ഫുഡ് ഇടാം. അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതുകൊണ്ട് തന്നെ തയ്ച്ചോ. ഞാൻ മാറ്റുവാണ്, എനിക്ക് രണ്ടും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത്. ഇപ്പോൾ ഇതേ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. ആദ്യം നമ്മൾ കെട്ടിടണം. അതിനുശേഷം ഇതേപോലെ തന്നെ സെയിം നമ്മൾ വരച്ചിട്ടിട്ടുണ്ടല്ലോ ആ ലൈനിൽ വേണം ഈ ബ്ലാക്ക് വരാൻ. പതുക്കെ വെച്ചാൽ മതി. ഫ്രണ്ട് പീസ് രണ്ടും എല്ലാം നമ്മൾ ഫുള്ള് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് ജോയിൻ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് കൈക്കും കൂടി ഈ പൈപ്പിങ് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ കയ്യിലും നമ്മൾ പൈപ്പിങ് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക. സെയിം ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കൈക്കും പിടിപ്പിക്കേണ്ടത്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുക. കട്ട് ചെയ്തൊക്കെ അതിനുശേഷം ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടോ? അപ്പോൾ കയ്യിലും പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം അടുത്ത കയ്യിലും പിടിപ്പിക്കാം. അത് ഞാൻ പിടിപ്പിച്ചിട്ട് വരാം. ഇത് നമ്മുടെ ബാക്ക് പാർട്ട്. ഇനി ബാക്ക് പാർട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്തത്. മറ്റേത് പൈപ്പിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിങ്ങനെ സമമായിട്ട് വെക്കുക. എന്നിട്ട് ഇവിടുന്ന് തുടങ്ങുക. 1/4 ഇഞ്ചും 0.1 ഞാൻ തയ്യൽത്തും പിടിപ്പിക്കുന്നത്. ആ സെയിം അളവിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. പതുക്കെ ചെയ്താൽ മതി. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വേണം വളക്കാനൊക്കെ. അറ്റത്ത് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇവിടെ ഇങ്ങനെ കൂടുതലുള്ളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമുക്കത് ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടോ? ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. ഇത് നമുക്ക് ഒരു പ്രസ് അടി കൊടുക്കാം. ഇങ്ങോട്ട് വെച്ചിട്ട് ചുളുങ്ങാതെ
ഇങ്ങനെ പൊക്കി പൊക്കി വെച്ച് ചെയ്യണം കേട്ടോ. ഇങ്ങനെ അറ്റം വരെ പ്രസ് ചെയ്ത് മടിച്ചിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുക്കണം. ഇനി ഇപ്പോഴത്തെ സൈഡും അതേപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. സമമായിട്ട് അറ്റത്ത് കൊണ്ട് വെക്കുക. ആദ്യം നമ്മൾ കെട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതും നമ്മൾ പ്രസ് ചെയ്തടിക്കണം. ഈ വശത്തേക്കാണ് തയ്യൽ തുമ്പ് വെക്കേണ്ടത്, സെൻറ്ററിലുള്ള പീസിലേക്കല്ല, ഇങ്ങോട്ട്. അപ്പോൾ ഇത് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് പാർട്ടിലായിട്ട് ഒരു വി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് നമ്മൾ സ്റ്റിഫിൽ ആദ്യം കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് സ്റ്റിഫ് എടുക്കാം. നമ്മളിവിടെ നെക്കിൻ്റെ ഇറക്കം ഇവിടെ 7.5, ഇത്രയും നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ കഴുത്തിലോട്ട് കയറത്തില്ല, ഇത് കോളർ ആയതുകൊണ്ട്. അപ്പോൾ 7.5 വരെയാണ് ഞാൻ ഇടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 4 വരെ നമ്മൾ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ 4 കഴിഞ്ഞ് 7.5 വരെ ബാക്കി എത്രയുണ്ട്? 3.5. അപ്പോൾ 3.5 ഇഞ്ച് നമ്മൾ സ്റ്റിഫിൽ ഒരു വി നെക്ക് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റിഫ് എടുത്തിട്ടുണ്ട്. സ്റ്റിഫിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇവിടെ ഇങ്ങനെ നേരെ ഒരു ലൈൻ വരയ്ക്കുക. മുകൾ ഭാഗത്ത് ലൈൻ വരച്ചിട്ട് 3.5 അല്ലേ ഞാൻ പറഞ്ഞത്, ആ 3.5ക്ക് നമ്മളൊരു 4 ഇഞ്ച് എടുക്കണം കേട്ടോ. അതെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമ്മൾ കയറ്റി വെക്കും. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ 3.5 നമ്മളുള്ളത്. അപ്പോൾ 4 എടുക്കുക. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ച് എന്നുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടേക്കണം. 1/2 ഇഞ്ച് കണ്ടോ. ഈ 1/2 ഇഞ്ചിൽ നിന്നാണ് 3.5 കറക്റ്റ് കണ്ടോ. ഈ 1/2 ഇഞ്ചിൽ നിന്ന് നമുക്ക് 3.5 കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 3.5 മതി. അപ്പം ഈ 1/2 ഇഞ്ച് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നതാണ്, അതിങ്ങനെ മാർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് 4 ഇഞ്ച് എടുത്തു. എന്നിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ചാണ് വൈഡ് കൊടുക്കുന്നത്, 1 ഇഞ്ച്. ആ 1 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് ഇങ്ങനെ ഈ ലൈനിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ 1 ഇഞ്ചിലാണ് നമ്മൾ, ഈ 1 ഇഞ്ചിൽ നിന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു വി കൊടുക്കുവാണ്, വി നെക്ക്. അപ്പോൾ ഈ വി ഞാൻ ഇച്ചിരി വൈഡായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക, എനിക്ക് കാറ്റ് കയറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വൈഡായിട്ട് കൊടുത്ത് ഇങ്ങനത്തെ വി ആണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇവിടെ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു കൊടുക്കാം, ആലില പോലെയോ എങ്ങനെ വേണ്ടി നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വൈഡ് വി ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് നമ്മൾ 4 ഇഞ്ച് എടുത്തു, 3.5 മതി. അപ്പോൾ ഈ 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 1/2 ഇഞ്ചിൽ നിന്നും നമ്മളിവിടെ 1 ഇഞ്ച് എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വി അടയാളപ്പെടുത്തി. അപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ നേരെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തു. ഈ 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ആണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു ബ്രിഡ്ജ് കൊടുക്കുവാണ്, ഇങ്ങനെ വരും. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഇത്രയും നമ്മൾ കയറ്റിയിടും. ഈ 1/2 ഇഞ്ച് ഇപ്പുറത്തേക്കും കൂടെ മാർക്ക് ചെയ്തിട്ടേക്ക്. ഇത്രയും 1/2 ഇഞ്ച് നമ്മൾ കയറ്റി ഇടേണ്ടതാണ് മുകളിലേക്ക്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം, എന്നാലേ ശരിയാകത്തുള്ളൂ. ഇത് നമ്മൾ ഒരു ബ്ലാക്ക് ഏതെങ്കിലും ഒരു തുണിയിൽ ഒട്ടിച്ചെടുക്കണം. ഞാൻ അത് ഒട്ടിച്ചുകൊണ്ട് വരാവേ. അപ്പോൾ ഞാനിപ്പോൾ ഈ നെക്ക് ഇവിടെ സ്റ്റിഫിൽ ഒരു തുണിയിൽ ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇങ്ങനെ മടക്കിയടിക്കണം. ഇങ്ങനെ മടക്കിയടിക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കാണണം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒരുമിച്ച് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക 1 ഇഞ്ച് ആണെന്ന് നോക്കിയാലും മതി കറക്റ്റായിട്ട്. കണ്ടോ 1 ഇഞ്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കണം. അപ്പോൾ കട്ടിടുമ്പോൾ ഈ 1/2 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടില്ലേ, 1/2 ഇഞ്ച്, ഇത് ഇവിടെയായിരുന്നു 1/2 ഇഞ്ച്, ഇതേ ഈ 1/2 ഇഞ്ച് അവിടെ വരെ നമ്മളൊരു കട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കയറ്റി വെക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ കട്ടിട്ട്. അപ്പോൾ ഈ 1/2 ഇഞ്ചിൻ്റെ അവിടെയാണ് നമ്മളിങ്ങനെ കട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഇത് കറക്റ്റാണ്, കറക്റ്റായിട്ട് വരച്ചിടുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത്. ഞാൻ സിമ്പിളായിട്ട് ചെയ്യും അല്ലെങ്കിൽ. അതിനുശേഷം നമ്മൾ ഈ ഡ്രസ്സിൻ്റെ സെൻറ്റർ ഭാഗം കാണുക. ഡ്രസ്സിൻ്റെ ഈ കഴുത്തിൻ്റെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ സെൻറ്റർ നമ്മൾ നോക്കി വെക്കുക. എന്നിട്ട് അവിടെയും നമ്മളൊരു കട്ടിട്ട് കൊടുക്കണം, ചെറിയൊരു കട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മനസ്സിലാവും. അതിനുശേഷം ഇതിങ്ങനെ വെക്കുക. വെക്കുമ്പോൾ നമ്മൾ ഈ 1/2 ഇഞ്ചില്ലേ, ആ 1/2 ഇഞ്ച് വേണം ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ കയറ്റി വെക്കണം. അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മുടെ നെക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ താത്തിയിട്ടത് ഇവിടെ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് മേലോട്ട് കയറ്റി വെക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ
ഇങ്ങനെ നേരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പതിഞ്ഞിരിക്കും. അതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് ഈ സ്റ്റിഫിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ തയ്ച്ച് വരണം. സ്റ്റിഫിൽ കൊള്ളരുത്. സ്റ്റിഫിൽ കൊള്ളാതെ നമ്മളിങ്ങനെ തയ്ച്ച് ഇവിടെ കുത്തി നിർത്തുക. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. കണ്ടോ? എന്നിട്ട് നമ്മളിവിടെ നടുക്ക് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് കട്ട് ചെയ്യണം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യണം. അതിനുശേഷം തയ്യൽ ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മളിതിവിടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളരുതേ. സ്റ്റിച്ചിൽ കൊണ്ടാൽ നമ്മൾക്ക് അവിടെ ഇങ്ങനെ കട്ടായി പോകും. ഇവിടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിങ്ങനെ തിരിച്ചെടുക്കണം. ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് കൂടി അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കൂടുതലുള്ള ഈ ഭാഗം എക്സസ് ആയിട്ടുള്ളത് നമ്മളിങ്ങനെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വി നെക്ക് കിട്ടി. കണ്ടോ? ഇനി നമ്മൾ അപ്പുറത്തെ അടുത്ത ബാക്ക് പീസുമായിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചരിച്ച് 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പുറത്തെ വശത്തും അങ്ങനെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോളർ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ വെക്കുക. സമമായിട്ട് ഇതും വെച്ചിട്ട് ഇവിടെയും സമമായിട്ട് വെക്കണം. ഇവിടെ ഇച്ചിരി നീണ്ടു കിടക്കുന്നത് കട്ട് ചെയ്ത് ലെവലാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ സെൻറ്ററിലായിട്ട് ഒരു പിൻകുത്തി വെച്ചേക്കുക. ഈ തയ്യൽ തുമ്പുകൾ വരുന്ന ഈ ഭാഗമില്ലേ, അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒരു പിൻകുത്തി വെക്കണം. കറക്റ്റ് എടുക്കുക. നോക്കുമ്പോൾ കറക്റ്റ് 9 ഉള്ളത്. ഇതേ കറക്റ്റ് 9. ഇനി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ 2-3 പ്രാവശ്യമെങ്കിലും അളന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്കത് ചെയ്യുന്നത് പാഴായി പോകും. എനിക്കിപ്പോൾ സംശയം ഉണ്ടായിട്ട് ഞാൻ പിന്നെ അളക്കുക. 9 ഉണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ക്യാൻവാസിലോട്ട് എങ്ങനെ വെട്ടാമെന്ന് കാണിക്കാം. ഇങ്ങനെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിടണം. ഇങ്ങനെ 2ആയിട്ട് ഇങ്ങനെ സെൻറ്ററായിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്തിടണം. അതിനുശേഷം ഈ താഴെയായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പം നമ്മൾ കോളർ അളന്ന് വന്നത് 9 ആ 9ൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറയ്ക്കുക. ഇത് ഒന്ന് ഇവിടെ സ്ട്രെയിറ്റ് ആകാനുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് വരക്കട്ടെ. ഇതാണ് ലൈൻ, ഇതല്ല. അപ്പോൾ ഞാൻ 9 ഇഞ്ചാണ് അളന്നെടുത്തത്. 9ൽ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 8.5. 8.5യിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുക. 8.5. അതിനുശേഷം നമ്മൾ എത്രയാണോ കോളറിൻ്റെ വീതി എടുക്കുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഞാൻ കോളറിൻ്റെ വീതി എടുക്കാൻ ഉദ്ദേശിക്കുന്ന 1 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. വീണ്ടും അവിടുന്ന് ഒരു ഇഞ്ച് കൂടി സ്ട്രെയിറ്റ് ലൈൻ ഒരു ഇഞ്ച് കൂടി എടുക്കണം. ഇവിടെയും 1 ഇഞ്ച് കൂടി എടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ നേരെ വരക്കണം കേട്ടോ. ഇവിടെയും 1 ഇഞ്ച് കൂടി എടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. അപ്പോൾ നിങ്ങളിവിടെ 1.5 കോളറാണ് എടുക്കുന്നത്. 1.5 തന്നെ ചെയ്യണം കേട്ടോ. 1.5 അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് മുകളിലോട്ട് വീണ്ടും 1 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ 1.5 ഇഞ്ചിൻ്റെ കോളറാണ് എടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് നേരെ 1.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി കണ്ടോ. വീണ്ടും മുകളിലേക്ക് 1 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി. അപ്പം ടോട്ടൽ ഇവിടുന്ന് 2 ഇഞ്ച് ആയോ. ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് കോളറിൻ്റെ അളവാണ്. ഈ 1 ഇഞ്ച് കറക്റ്റാണോ എന്ന് നമ്മളിവിടെ ഇങ്ങനെ വരച്ച് നോക്കണം കേട്ടോ. 1 ഇഞ്ച് വീണ്ടും മുകളിലേക്ക് 1 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ടേ. അതിനുശേഷം നമ്മൾ ഇതും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചല്ലോ. അതിനുശേഷം വീണ്ടും ഈ അറ്റത്ത് മാത്രം 1 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തിയില്ലേ. എന്നിട്ട് അവിടുന്ന് ഒരു 1 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടേക്കണം. അതിനുശേഷം നമ്മൾ ഈ മൂലക്കുന്ന് 1 ഇഞ്ച് വീതിയുള്ള കോളറാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ 1 ഇഞ്ച് നമ്മൾ ഈ മൂലക്കുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. മനസ്സിലായോ? ഇങ്ങനെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഈ മൂലക്കുന്ന് നമ്മൾ ഇങ്ങനെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നമ്മൾ കോളറിൻ്റെ വീതി എത്രയാണ് ആ 1 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. വീണ്ടും മുകളിലേക്ക് 1 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടുന്ന് തന്നെ 2 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തിയാലും മതി. പിന്നെ വീണ്ടും ഇവിടുന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടുന്ന് 1 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തിയിടണം. അതിനുശേഷം നിങ്ങൾ ഇവിടെ എടുത്തത് 8.5 അല്ലേ, ആ 8.5യുടെ പകുതി കാണുക, 4.25 അതിങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഇവിടേക്ക് ഒരു കർവ് കൊടുക്കുക. ഇങ്ങനെ ഇതുകൊണ്ടാണേലും മതി. ഇങ്ങനെ നമ്മൾ കർവ് കൊടുക്കണം. ഇങ്ങനെ ജോയിൻ ചെയ്തിടുക. ഇങ്ങനെ വരച്ചാലും മതി. മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങനെ നമ്മളൊരു കർവ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച്, അതായത് നമ്മൾ കോളറിൻ്റെ വീതി എത്രയാണോ അത് ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഇവിടം വരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതും കൂടി നമ്മൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി എടുക്കുക. ഇതേ കണ്ടോ, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തേക്കണം. ഇതാണ് നമ്മുടെ കോളറിൻ്റെ കണക്ക്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ അളവ്, ഇതാണ് കറക്റ്റ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇത് കൊടുക്കുക, ഷേപ്പ് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണ് ഷേപ്പ്, ഒരു വളച്ചൊരു ഷേപ്പ് വരത്തില്ലേ, ഇങ്ങനെ കൊടുക്കണം. ഒരു ഭംഗിക്ക് കൊടുക്കണം. ഇതാണ് കറക്റ്റ് അളവേ. നമുക്ക് ഇവിടുത്തെ ഒന്ന് അളന്ന് നോക്കാം 9 കിട്ടുന്നുണ്ടോയെന്ന് വെച്ചിട്ട്. ഉണ്ടോ 9. ഇതിവിടെ ആയിട്ടാണ് പോയിന്റ് വന്നേക്കേണ്ടത്. ഈ കറക്റ്റിൽ തന്നെ വരണം. ഇതാണ് ഈ കറക്റ്റ്. ഇവിടെ ഒരു പോയിന്റ് പോയെന്നാൽ നമുക്കത് പ്രശ്നമായി തീരും. അപ്പോൾ ഇനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ കോളർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ച് വെക്കാം. നമുക്കിതൊരു ഈ സ്റ്റിഫ് നമ്മളൊരു തുണിയുടെ അകംഭാഗത്ത് വേണം ഒട്ടിക്കാൻ. തുണിയുടെ മോശഭാഗം, അതായത് അകംഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഇതുപോലത്തെ 2 പീസ് വേണം. ഇങ്ങനെ ഒരു പീസും ഇങ്ങനെ ഇതേപോലെ വെക്കാനായിട്ട് ഒരു പീസ് കൂടി വേണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുക. 4 ഇഞ്ച് വീതം വീതിയിൽ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഒന്നെങ്കിൽ തേച്ച് പിടിപ്പിച്ചാലും മതി, തേച്ച് മടക്കി വെച്ചാലും മതി. ഞാനിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇതിൻ്റെ അരികിൽ കൂടി. ഇത് നല്ല ഫിനിഷിങ്ങിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ നല്ല വശത്തിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അറ്റത്ത് കൂടി ഇങ്ങനെ ഈ സ്റ്റിഫി കൊള്ളാതെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഇതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു 4 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കട്ടിട്ട് കൊടുക്കണം, വളഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചെടുക്കണം. ഇങ്ങനെ ഇത് തിരിച്ചു വെക്കുക. ഇതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങളിത് തേച്ചെടുക്കണം കേട്ടോ. തേച്ചാൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും. അതിനുശേഷം ഇവിടെ നമ്മൾ ഇതിങ്ങനെ എവിടെയാണ് ഇതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിടണം, ഇതിൻ്റെ അറ്റം. അപ്പോൾ ഇവിടെ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നമുക്ക് തെറ്റും. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്നും ഒരു 4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് 4 ഇഞ്ചിലല്ലേ, അപ്പോൾ ആ 4 ഇഞ്ചിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വിടണം. നിങ്ങൾ 1/2 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 1/2 ഇഞ്ചിൽ ചെയ്യാം. ഞാൻ 4 ഇഞ്ചിലാണ്, അതുകൊണ്ട് നമ്മൾ 4 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ പിടിപ്പിക്കാം. ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ അറ്റം വരെ കോളർ മോശം വശത്തു നിന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇവിടെ ഒരു കെട്ടിട്ട് തുടങ്ങണം. വലിക്കരുത്. കോളറുകൾ നമ്മൾ വലിക്കാനേ പാടില്ല. വലിച്ചു കഴിഞ്ഞാൽ കോളർ കറക്റ്റ് അളവിൽ കിട്ടത്തില്ല. പിന്നെ നമ്മൾ അഴിച്ച് ചെയ്യേണ്ടി വരും. ഒരു കാരണവശാലും നമ്മൾ വലിക്കരുതേ. ഈ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഭാഗത്തുകൂടി തന്നെ അടിക്കണം.
പിന്നെ ഈ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ബാക്കിലേക്ക് വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഈ തയ്യൽ തുമ്പുകൾ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ കെട്ടിയിടുക. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഈ തയ്യൽ തുമ്പ് അകത്തേക്ക് വരുന്ന അവിടെ നിന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. വലിക്കാതെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ചുളിവുകളൊക്കെ വരും. എന്നിട്ട് ഇവിടെയും കെട്ടിയിട്ട് നിർത്തുക. അപ്പോൾ കോളർ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ പിടിപ്പിക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ പുറകിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. കൈയുടെ സെൻറ്റർ ഭാഗം ആദ്യം നമ്മൾ കൊടുക്കുക. സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങണം. കുഴിച്ച് വെട്ടിയത് ഫ്രണ്ടിലും വരണം. അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതിനായിട്ട് നമ്മൾ കിടക്കുന്നത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഇങ്ങനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി. വീണ്ടും നമ്മൾ നടുക്കുന്ന് അറ്റത്തേക്ക് കൊണ്ടുവരിക. ഇനി 2 പ്രാവശ്യം നമ്മൾ ഒന്നുകൂടി ഫുള്ള് സ്റ്റിച്ച് ചെയ്യണം കൈ. അതിന് ശേഷം കൂടുതലുള്ള കൈയുടെ ഭാഗം നേരെ ലെവൽ ചെയ്ത് കട്ട് ചെയ്തേക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ വരും. ഇനി അപ്പുറത്തെ കൈയും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് പിടിപ്പിക്കുക. കൈ പിടിപ്പിക്കുക. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് അടിക്കുവാണ്. നേരത്തെ വരച്ചില്ലേ ആ വരയിലൂടെ കൈക്കുഴികൾ ഒരുമിച്ച് ഇരിക്കണം. കറക്റ്റാണോ നോക്കണം. 2 സ്റ്റിച്ച് കൊടുക്കുക അപ്പുറത്ത് കൂടി. ഇനി നമുക്ക് അടിവശം മടക്കി അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ എക്സസ് ആയിട്ട് കിടപ്പുണ്ട്. അത് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഇങ്ങനെ എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സൈഡിൽ പിന്നെ 2 ഇഞ്ച് കയറ്റിയായിരുന്നല്ലോ കട്ട് ചെയ്തത്. ഇത് നമുക്ക് മടക്കി അടിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പൂർണ്ണമാകും. ഈ ടോപ്പ് ഫിനിഷ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഷെയർ ചെയ്യുക. പിന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ ഓടിച്ചിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ കോളറും പ്രിൻസസ് കട്ടും എല്ലാം കൂടി വരുന്നത് കൊണ്ട്. ഇനി ഞാൻ പുതിയ നല്ല വീഡിയോസൊക്കെ ഇടുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ തിരിച്ചിട്ട് കാണിക്കാം. നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? താഴെ വരെ കാണിക്കാം. ഇതേ നോക്കുക, നല്ല ഫിനിഷിംഗ് ആയിട്ട് പൈപ്പിങ്ങും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.